ഹലോ മുത്തുകളെ സത്തുകളെ കരളുകളെ കുളികളെ പഞ്ചാര കുഞ്ചുകളെ വീണ്ടും നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട ഫാസിൽ സർ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പബ്ലിക് എക്സാമിന് എല്ലായ്പ്പോഴും ചോദിക്കുന്ന ഒരു കിടിലൻ ചോദ്യമാണ്. എല്ലാ വർഷവും ഈ ഒരു ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ വരാറുണ്ട്. അതേത് ടൈപ്പ് ഓഫ് ചോദ്യമാടാ? അതേതാ പിടിച്ചോ, അതാണ് ഈ ചോദ്യം. അതായത് ചോദ്യം ഇതാണ്: എ പോർഷൻ ഓഫ് ദി സയൻസ് ഡയറി ഓഫ് എ സ്റ്റുഡൻറ് ഈസ് ഗിവൺ ബിലോ. അതായത് ഒരു കുട്ടിയുടെ ഒരു സയൻസ് ഡയറിയിലുള്ള എന്തോ ഒരു സാധനം എന്ത് ചെയ്തിട്ടുണ്ട്, ചുവടെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും നമ്മൾ മെയിൻ ചെയ്യേണ്ട, അതൊന്നും നമ്മൾ വായിക്കണ്ട. ഇതാ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, അക്കോർഡിംഗ് ടു ബൈനോമിയൽ നോമൻക്ലിയേച്ചർ, ബൈനോമിയൽ നോമൻക്ലിയേച്ചർ പ്രകാരം, അതായത് ദി നാമ പദ്ധതി പ്രകാരം ദ സയന്റിഫിക് നെയിം ഓഫ് ഹ്യൂമൻ ഈസ് ഹോമോ സാപ്പിയൻസ്. മനുഷ്യന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഹോമോ സാപ്പിയൻസ് ആണ്. അപ്പൊ അവിടെ നിന്ന് തന്നെ പഠിച്ചു വെക്കുക, മനുഷ്യന്റെ സയന്റിഫിക് നെയിം എന്താണ്? ഹോമോ സാപ്പിയൻസ്. ഇനി ചോദ്യം ഇതാണ്. എന്താണ് ചോദ്യം? അതാ പഠിച്ചോ. ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, വാട്ട് ഡസ് ഇൻഡിക്കേറ്റ് ഹോമോ? ഇതിലെ ഹോമോ എന്താ? ഹോമോ എന്താ? ഹോമോ സാപ്പിയൻസ്, അതാണ് മനുഷ്യന്റെ സയന്റിഫിക് നെയിം, നമ്മൾക്കറിയാം. അതിൽ ഹോമോ എന്താന്നുള്ളതാണ് ചോദ്യം. അതെ, പറഞ്ഞോളൂ. ഹോമോ എന്താ? സ്പീഷീസ് അല്ലേ? അല്ല, പിന്നെന്താ? ജീനസ്. ഹോമോ എന്താണ്? ജീനസ്. ഹോമോ ജീനസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സാപ്പിയൻസ് എന്തായിരിക്കും? സ്പീഷീസ് ആയിരിക്കും. അതായത് ഒരു സയന്റിഫിക് നെയിമിലെ ആദ്യത്തെ വാക്ക്, ഒരു മിനിറ്റ്. ഓക്കെ ഒരു സയന്റിഫിക് നെയിമിലെ ആദ്യത്തെ വാക്ക് അത് ജീനസും രണ്ടാമത്തെ വാക്ക് അത് സ്പീഷീസുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് ആലോചിക്കാം. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ആദ്യം ജിയും പിന്നെ എസും അല്ലേ? അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വാക്ക് ജീനസും രണ്ടാമത്തെ വാക്ക് സ്പീഷീസും. ഇവിടെ ഹോമോ സാപ്പിയൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹോമോയാണ് ആദ്യത്തെ വാക്ക്, അതുകൊണ്ട് ഹോമോ എന്തായിരിക്കും? ജീനസ് ആയിരിക്കും. ജീനസ്. ഓക്കെ, ഹോമോ ഈസ് ഈക്വൽ ടു ജീനസ്. എന്നാൽ ഈ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ അവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പോട്ടെ, രണ്ടാമത്തെ ചോദ്യം: ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ബൈനോമിയൽ നോമൻക്ലിയേച്ചർ? ആരാണ് ദിനാമ പദ്ധതി ആവിഷ്കരിച്ചത്? നമ്മൾക്കറിയില്ല. ദിനാമ പദ്ധതി ആവിഷ്കരിച്ചത് ആരാണ് നമ്മൾക്ക് അറിയില്ലെങ്കിൽ നമ്മൾ കോൾ ചെയ്യോ? യെസ്, കിട്ടി. കോൾ ലിനേയസ്. എന്താണ് പേര്? കോൾ ലിനേയസ്. നല്ല പേരില്ലേ? ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബൈനോമിയൽ നോമൻക്ലിയേച്ചർ? എന്താണ് ഈ ദിനാമ പദ്ധതിയുടെ മേന്മ, ഇതിൻ്റെ ബെനിഫിറ്റ്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിൾ ഇമ്പോർട്ടൻസ് ആണ്. അതായത് ഒരു ജീവിക്ക് പല നാട്ടിലും പല ഭാഷകളിലും പല പേരുകൾ. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടല്ലേ? ഇപ്പോൾ ഒരു റാബിറ്റ് ഒരു മൊയലുംകുട്ടിൻ്റെ കേസാണ്. നമ്മൾ മലയാളികൾ മൊയലുംകുട്ടീനെ വിളിക്കും, ഇംഗ്ലീഷിൽ റാബിറ്റിന് വിളിക്കും, ഇനി അറബിയിലാണെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വിളിക്കുക, ചൈനയിൽ വല്ല ഹുയ് ഹാ ഹു. അപ്പോൾ ഒരാൾ വന്നിട്ട് ഹുയ് ഹാ ഹു എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുമോ? ചിലപ്പോൾ അത് മൊയലിനെ വിളിക്കായിരിക്കും, പക്ഷെ നമ്മൾക്കത് മനസ്സിലാവില്ല. അപ്പോൾ പല നാട്ടിലും പല പേരുകളാണ് ഓരോ ജീവികൾക്കും, ഓരോ സസ്യങ്ങൾക്കും, എല്ലാത്തിനും പല നാട്ടിലും പല ഭാഷകളിൽ പല പേരുകളാണ് അറിയപ്പെടുന്നത്. സോ ഇത് സയന്റിസ്റ്റുകൾക്കിടയിൽ, ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ എന്തുകൊണ്ട് സഹായിച്ചു? ഈ ശാസ്ത്രീയ നാമ പദ്ധതി, അതായത് ദിനാമ പദ്ധതി ബൈനോമിയൽ നോമൻക്ലിയേച്ചർ കൊണ്ട് സഹായിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. ഒരേ ജീവി പല ഭാഷകളിലും പല പ്രദേശങ്ങളിലും പല പേരിൽ അറിയപ്പെടുന്നു, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ സാധിച്ചു. ഹെൽപ്പ് ടു സോൾവ് ഡിഫിക്കൽട്ടീസ് അറൈസിംഗ് ഔട്ട് ഓഫ് ആൻ ഓർഗാനിസം ബീയിങ് നോൺ ബൈ വേരിയസ് നെയിംസ് ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജ് ആൻഡ് ഡിഫറെൻറ്റ് റീജിയൻ. ഡിഫറെൻറ്റ് റീജിയണിലും ഡിഫറെൻറ്റ് ലാംഗ്വേജിലൊക്കെ ഡിഫറെൻറ്റ് നെയിമുകൾ അറിയപ്പെടുന്ന ഒരു ജീവിയെ, ആ ഒരു ജീവി അറൈസ് ചെയ്യുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? സോൾവ് ചെയ്യാൻ പറ്റി. ഹെൽപ്പ് ടു സോൾവ് ദ ഡിഫിക്കൽട്ടീസ്. ഓക്കെ, അപ്പോൾ സിമ്പിളല്ലേ? സംഭവം സിമ്പിളാണ്. ഓക്കെ, നമ്മളിങ്ങനെ പറയുമ്പോൾ ഭയങ്കര സംഭവമാണെന്ന് തോന്നുന്നുള്ളൂ. ഇനി അടുത്തത് വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് കാറ്റ്? പൂച്ചയുടെ ശാസ്ത്രീയ നാമം എന്ത്? പൂച്ചയുടെ ശാസ്ത്രീയ നാമം പറഞ്ഞോളൂ. പൂച്ചയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഫെലിസ് ഡൊമസ്റ്റിക്കസ്. എന്താണ്? ഫെലിസ് ഡൊമസ്റ്റിക്കസ്. ഇതാണ് പൂച്ചൻ്റെ സയന്റിഫിക് നെയിം, ഫെലിസ് ഡൊമസ്റ്റിക്കസ്. നല്ല പേരാണ്. പൂച്ചയെ നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ട് നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു സാധനമാണല്ലോ പൂച്ച. അപ്പോൾ അങ്ങനെ ഓർത്ത് വെക്കുക, ഫെലിസ് ഡൊമസ്റ്റിക്കസ്. എന്താ ഓർത്ത് വെക്കേണ്ടത്? ഫെലിസ് ഡൊമസ്റ്റിക്കസ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ഇനി പരീക്ഷയ്ക്ക് ഇതിപ്പോൾ തൽക്കാലം പൂച്ചൻ്റെ ശാസ്ത്രീയ നാമമാണ് ചോദിച്ചത്. പരീക്ഷയ്ക്ക് പൂച്ചൻ്റെ തന്നെ ചോദിക്കണമെന്നില്ല. വേറെ ഒരു നായൻ്റെ ചോദിക്കാം, ആനൻ്റെ ചോദിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ജീവികളുടെ ചോദിക്കാം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് ജീവികളുടെ സയന്റിഫിക് നെയിം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേതും ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം പഠിക്കണം അല്ലേ? പണ്ടറങ്ങി ഇനി എല്ലാം പഠിക്കണ്ടേ? പേടിക്കരുത്. പിന്നെ എന്തിനാ മുത്തച്ഛേട്ടൻ ജീവിച്ചിരിക്കുന്നത്? കോഡുണ്ട്, കോഡ് ഫാസിൽ. ഇതാ പിടിച്ചോ. ആദ്യത്തേത് എലിഫന്റിന്റെ സയന്റിഫിക് നെയിം എലിഫസ് മാക്സിമസ്. എന്താണ് പേര്? എലിഫസ് മാക്സിമസ്. അപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ ആലോചിക്കാം. പേര് തന്നെ എന്തുണ്ട്? എലിഫസ്. പേര് തന്നെ എലിഫസ്. പിന്നെ എലിഫന്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കരയിലെ
ഏറ്റവും സൈസുള്ള ജീവി, കരയിലെ മാക്സിമം സൈസുള്ള ജീവിയാണ് ആര് ആന. അതുകൊണ്ട് എലിഫസ് മാക്സിമസ്, എലിഫസ് മാക്സിമസ്, എലി അതുപോലെ എലിഫന്റ്, എലിഫസ് ഒരു കണക്ഷൻ ഇല്ലേ. പിന്നെ മാക്സിമം സൈസുള്ള ജീവിയാണ്, അതുകൊണ്ട് മാക്സിമസ്. അങ്ങനെ കണക്ട് ചെയ്യാം. എന്നാൽ ഞാൻ അടുത്തത് പീക്കോക്ക്. പീക്കോക്ക് പറഞ്ഞാൽ എന്താ? മയിലൊരു പാവല്ലേ. നമ്മൾ മയിൽ നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കലുണ്ടോ? ഇല്ലല്ലോ. മയിലൊരു സാധു, ഒരു പാവം, ആർക്കും ഒരു പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. പിന്നെ മയിൽപ്പീലൊക്കെ കിട്ടിയാൽ നമുക്ക് മയിൽപ്പീലി ഓക്കെ. അങ്ങനെ മയിലൊരു പാവമാണ്. അപ്പം അങ്ങനെ ആലോചിക്കാം, മയിലൊരു പാവമാണ്. അതുകൊണ്ട് പാവോ ക്രിസ്റ്റാറ്റസ്. എന്താണ് പേര്? പാവോ ക്രിസ്റ്റാറ്റസ്. നല്ല പേര്, പാവോ ക്രിസ്റ്റാറ്റസ്. ഓക്കെ. ഇനി അടുത്തത് ഡോഗിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഇപ്പോൾ ഇവിടെ കണ്ടോ ഒരു ഡോഗ്. ഈ ഡോഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ അച്ഛനും ഈ അമ്മയും ഈ 2 കുട്ടികളെ നോക്കണം, അതേപോലെ തന്നെ ആരെയും നോക്കും? ആ ഡോഗിനെയും നോക്കും. എന്ന് വെച്ചാൽ ഒരു ഫാമിലി മെമ്പറെ പോലെ ആരെ പരിഗണിക്കും? ഡോഗിനെ പരിഗണിക്കും. അങ്ങനെ കുറേ ആളുകളുണ്ട്. ഫാമിലി മെമ്പറായിട്ട് ഡോഗിനെ നായകൾ എന്ത് ചെയ്യും? കണക്കാക്കും. എന്നിട്ട് ഒരു കടന്നുറങ്ങുമ്പോഴും, ഒരു ഭക്ഷണം കഴിക്കുമ്പോഴും, ഒരു ബാത്റൂം പോകുമ്പോഴില്ല ഓക്കെ, ഒരു ട്രിപ്പ് പോകുമ്പോഴൊക്കെ ഈ നായ്ക്കുട്ടിനെ ഇങ്ങനെ കൊണ്ടുപോകും. എന്നിട്ട് അതിനെങ്ങനെ ക്യൂട്ട് അങ്ങനെ വളർത്തും. ഓക്കെ ഇല്ലേ? അങ്ങനെ കുറേ ആളുകളുണ്ട്, ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഫാമിലി മെമ്പറെ പോലെ ആരെ വളർത്തും? ഡോഗിനെ വളർത്തും. അതുകൊണ്ട് ഡോഗിൻ്റെ സയൻറ്റിഫിക് നെയിം കാനിസ് ഫെമിലിയാരിസ്. കാനിസ് ഫെമിലിയാരിസ്, ഫാമിലി പോലെ വളർത്തും. അതുകൊണ്ട് കാനിസ് ഫെമിലിയാരിസ്. ഓക്കെ. അപ്പോൾ അതങ്ങനെ കണക്ട് ചെയ്യാം. പിന്നെ ഹിബിസ്കസ്, അതെന്താ സാധനം? ചെമ്പരത്തി. എന്താണ്? ചെമ്പരത്തി. ഹിബിസ്കസ് എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി. അപ്പോൾ ചെമ്പരത്തിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ഹിബിസ്കസ് ആണ്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ കണക്ട് ചെയ്യാം. ഹിബിസ്കസ് റോസ സൈനസിസ്. ഹിബിസ്കസ് റോസ സൈനസിസ്, പേര് തന്നെ ഉണ്ട് ഹിബിസ്കസ്. സിമ്പിൾ. ഓക്കെ. എന്നാൽ ഞാൻ അടുത്തത് പാഡി. അതെന്താണ് സാർ? പാഡി, നെല്ല്. നെല്ല്. എടാ, നെല്ലിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണെന്ന് ചോദിച്ചാൽ ഒറൈസ സെറ്റൈവ. എന്താണ് പേര്? ഒറൈസ സെറ്റൈവ. അതെങ്ങനെ കണക്ട് ചെയ്യുന്നു ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒറൈസ, അതിലെന്തുണ്ട്? ഒരു റൈസ് ഉണ്ട്. ഒരു റൈസ് ഉണ്ട്. നെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈസാണ്. പിന്നെ റൈസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരു ദുരന്തമായിട്ടുള്ള റൈസ് കഴിച്ചാൽ മതിയോ? പോരാ. നമ്മൾക്ക് നല്ല പോഷകവും, നമുക്ക് നല്ല എനർജിയും, നമുക്ക് നല്ല ഉഷാർ പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല സെറ്റായിട്ടുള്ള എനർജി കഴിക്കണം. അല്ലാതെ ഏതെങ്കിലും ലൊട്ടിലൊടുക്ക് സെറ്റായിട്ടുള്ള എനർജി അല്ല, സെറ്റായിട്ടുള്ള റൈസ് കഴിക്കണം. അല്ലാതെ ഏതെങ്കിലും ലൊട്ടിലൊടുക്ക് റൈസ് കഴിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ സെറ്റായിട്ടുള്ള റൈസ് എപ്പോഴും കഴിക്കണം. അതുകൊണ്ട് ഒറൈസ സെറ്റൈവ. നെല്ലിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്? ഒറൈസ സെറ്റൈവ. സെറ്റായിട്ടുള്ള നെല്ല് കഴിക്കണം. ഒറൈസ സെറ്റൈവ. ഒറൈസ റൈസ്, സെറ്റൈവ സെറ്റായിട്ടുള്ള റൈസ് കഴിക്കൂ. കിട്ടി. ഇനി അടുത്തത് കൗ. അതെന്താ സാധനം? കൗ, പശു. ഓക്കെ. കൗ എന്ന് നിങ്ങൾ സിമ്പിൾ ആയിക്കാം. അതായത് കൗവിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണെന്ന് ചോദിച്ചാൽ ബോസ് ടോറസ്. എന്താണ്? ബോസ് ടോറസ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അറിയിച്ചോളൂ. അതായത് എൻ്റെ ബോസിന്, അല്ലെങ്കിൽ നിങ്ങളെ ബോസിന്, ആരെങ്കിലുമൊക്കെ ഒരാളെ ബോസിന് എന്തുണ്ട്? ബോസിനൊരു പശുവുണ്ട്. ആ പശുവിന് എന്തുണ്ട്? എന്തെങ്കിലുമൊക്കെ ഉണ്ടാവട്ടെ. ഓക്കെ. അപ്പോൾ ബോസിനൊരു പശുവുണ്ട്. അപ്പോൾ സിമ്പിളാണ് കൗ ബോസ് ടോറസ്. ഇനി അടുത്തത് ഗോൾഡൻ ഷവർ. അതെന്താ ഗോൾഡൻ ഷവർ? അങ്ങനെ സാധനം ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. നിങ്ങൾ കേട്ടിട്ടില്ല എന്നൊന്നും പറയരുത്. അത് കണിക്കൊന്ന. എന്താണ്? കണിക്കൊന്നൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണെന്ന് ചോദിച്ചാൽ കാഷ്യ ഫിസ്റ്റുല. എന്ത് വൃത്തികെട്ട പേരാണ് സാർ. അത് ഞങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തിനാ മുത്ത ചേട്ടൻ ജീവിച്ചിരിക്കുന്നത്? ഞാനില്ലടാ, ഞാനുണ്ട്, പേടിക്കണ്ട. എടാ ഇതാണല്ലോ കണിക്കൊന്ന. ഈ കണിക്കൊന്ന എപ്പോഴാണ് പൊതുവെ ഉണ്ടാവാറ്? കണിക്കൊന്ന പൂക്കുന്ന സമയം പറഞ്ഞോളൂ. നിങ്ങളെ മൈൻഡിൽ വന്നിട്ടുണ്ടാവും. വിഷു. എന്താണ്? വിഷുവിനാണ് പൊതുവെ കണിക്കൊന്നുണ്ടാവുക അല്ലേ? ഓക്കെ. വിഷു ഒരു ഫെസ്റ്റിവൽ അല്ലേ? മലയാളികൾ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് എന്ത്? വിഷു. ഈ വിഷുവിന് നമ്മൾക്ക് എന്ത് കിട്ടും? കാസ്, തുട്ട്, മണി. നമ്മൾക്ക് എന്ത് കിട്ടും? ക്യാഷ് കിട്ടും. വിഷുവിന് ക്യാഷ് കിട്ടും. വിഷു ഒരു ഫെസ്റ്റിവലാണ്. ആ ഫെസ്റ്റിവലിന് നമ്മൾക്ക് എന്ത് കിട്ടും? ക്യാഷ് കിട്ടും. ഈ വിഷുവിൻ്റെ സമയത്ത് എന്തുണ്ടാവും? കണിക്കൊന്നുണ്ടാവും. അപ്പോൾ കണിക്കൊന്നൻ്റെ സയൻറ്റിഫിക് നെയിം കാഷ്യ ഫിസ്റ്റുല. ഫെസ്റ്റിവലിന് ക്യാഷ് കിട്ടും, വിഷുവിന് ക്യാഷ് കിട്ടും. കാഷ്യ ഫിസ്റ്റുല. അങ്ങനെയാണ് കണക്ട് ചെയ്യുക. അപ്പോൾ കിട്ടിയില്ലേ? ഇപ്പം എങ്ങനെയുണ്ട്? കാഷ്യ ഫിസ്റ്റുല. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഏകദേശം ഒരു 7-8 സയൻറ്റിഫിക് നെയിമുകൾ നമ്മൾ വൃത്തിയിൽ പഠിച്ചു. അപ്പോൾ ഇതെന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇനി ഇവിടെ ഒരു സയൻറ്റിഫിക് നെയിം അവിടെ കൊടുത്തിട്ടുണ്ട്. നീം എന്ന് പറഞ്ഞാൽ ആര്യവേപ്പിൻ്റെ സയൻറ്റിഫിക് നെയിം അതെന്ത് ചെയ്യാന്നറിയോ? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒന്ന് ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്നിട്ട് പുണ്യം നേടുക. ഓക്കെ. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും ഉഷാറാവട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി സയൻറ്റിഫിക് നെയിമിൻ്റെ ഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വന്നാൽ ഒരിക്കലും നിങ്ങൾ തെറ്റിക്കരുത്. അപ്പോൾ സി യു സൂൺ. ഇത് നിങ്ങളുടെ സ്വന്തം കുഞ്ഞാപ്പു സർ. ഓക്കെ. I love you.